കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യവും, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വസ്തതയാൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടും ദൈവത്തിന് മഹത്വം കൊടുത്തും അവൻ വാഗ്ദത്തം ചെയ്തതും പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ റോമാലേഖനം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഹല്ലേലൂയ, പൗലോസ് തൻ്റെ യഹൂദന്മാരോടും മറ്റുള്ളവരോടും പറയുന്നതായ ദൈവവചനത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഇവിടെ പൗലോസ് തൻ്റെ ജനത്തോട് വിശുദ്ധീകരിക്കുന്നത്. എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ, അതെ, ദൈവത്തിൻ്റെ വാഗ്ദത്തമാകുന്നതായ ദൈവം തന്നിരിക്കുന്ന ആ വാഗ്ദത്തത്തിൽ നമ്മൾ ഒരിക്കലും ഹല്ലേലൂയ അവിശ്വസിക്കുവാൻ പാടില്ല. എന്താണ്? നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണ്. ആ കർത്താവായ ദൈവം നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ച് സഭയോട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിച്ച ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും അവിശ്വാസം കടന്നു വരാതെ ദൈവസന്നിധിയിൽ അവിശ്വാസത്താലും സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. എൻ്റെ ദൈവം തന്ന വാഗ്ദത്തത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിലനിന്നുകൊണ്ട് വിശ്വാസത്തോട് നിന്നുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവ പൈതലെ, ദൈവത്താൽ നാം ശക്തിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് കർത്താവ് ദൈവം പറയുന്നത്, ഞാനും ാകുന്നത് പോലെ നിങ്ങളും ശക്തനാകണം. അപ്പോൾ കർത്താവായ ദൈവത്തിന്റെ തിരുസാന്നിധ്യത്തിൽ ദൈവം തന്ന വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സംശയിക്കാതെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കും, എൻ്റെ ദൈവം എനിക്ക് തരും, എൻ്റെ ദൈവം ഇതിനകത്ത് വലിയവ ചെയ്യുമെന്നുള്ളതായ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംശയങ്ങൾ മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും, അവിശ്വാസങ്ങൾ മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്താണ്? നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിൽ നമ്മൾ പൂർണ്ണമായി ഉറച്ചു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി, എന്താണ്? വിശ്വാസത്താലുള്ള ശക്തി നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിന് മഹത്വം കൊടുക്കണം. എൻ്റെ കർത്താവ് എനിക്ക് തന്ന മഹത്വത്തെ ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ, സകല ആദരവും ബഹുമാനവും മഹത്വവും പുകഴ്ച എല്ലാം എൻ്റെ കർത്താവായ ദൈവത്തിന് തരുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നാമം അവിടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവിടെ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തൻ തന്നെ. ഹല്ലേലൂയ. അപ്പോൾ അത് പൂർണ്ണമായി നമ്മൾ അതിൽ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഉറപ്പ് നമുക്ക് തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് കർത്താവായ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ദൈവം ആ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അത് പൂർണ്ണതയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ആ വിശ്വസ്തത നമ്മൾ മുറുകെ പിടിക്കണം. പ്രത്യാശ മുറുകെ പിടിക്കണം. ആരാധന മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. കൃപ മുറുകെ പിടിക്കണം. ഇതിനൊന്നും സംശയം വരരുത്. ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന വാഗ്ദത്തങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. കടലിന് സമമായി മാറും. ഹല്ലേലൂയ. അവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കടലിൽ എങ്ങനെ തിരമാലകൾ അടിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാറുവാൻ ഇടയായിത്തീരും. അതിന് നമ്മൾ തുനിയരുത്. നമ്മൾ കർത്താവായ ദൈവത്തിൽ നമ്മെ വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗീയ പിതാവായ ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ അക്കമിട്ട് ദൈവം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ദൈവം പൂർത്തീകരിക്കാൻ തക്കവണ്ണം, ദൈവം നടപ്പിലാക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ദൈവം സർവവ്യാപിയായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്. ഹല്ലേലൂയ. സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവം. ഹല്ലേലൂയ. ആ കർത്താവായ ദൈവത്തിന്റെ തിരുസന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ പൂർണ്ണമായി നീ ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തം ഒന്ന് പൂർത്തീകരിച്ച് തരുമാറാകണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
കർത്താവായ ദൈവം ക്രൂശിൽ കടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പിതാവായ ദൈവമേ സകലതും പൂർത്തിയായി. അതെ, ദൈവം സകല വാഗ്ദത്തങ്ങൾ നമുക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. എന്നാൽ ആ വാഗ്ദത്തം അവിശ്വാസം കൂടാതെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർ കൊണ്ട് ഷെയർ ചെയ്യുവാൻ കർത്താവായ ദൈവത്തിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിനങ്ങൾ വിശ്വാസത്തിൽ നമുക്ക് ഉറയ്ക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ കർത്താവേ വലിയവ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അതുകൊണ്ട് വചനം പറയുന്നു, നീ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണും. അതെ, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കട്ടെ. ഹല്ലേലൂയ. ഈ തിരുവചന കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.